നമസ്കാരം. നാടകാന്തം അഭിനേത്രി ഭവനത്തിൽ എത്തി എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മഹാനടൻ, നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടൻ, അദ്ദേഹത്തെ സംഭാവന ചെയ്തിരിക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ ആ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അത്രയും ഫേമസ് ആയ ഒരു നടൻ മലയാളത്തിന് സംഭാവന ആയി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പത്തനംതിട്ടക്കാർക്ക് അപൂർവം ചിലർക്കെങ്കിലും അസൂയ ഉണ്ടായിട്ടുണ്ടാവും. അതിലേറ്റവും അസൂയ മൂത്ത ഒരു അഭിനേത്രി കഴിഞ്ഞ ദിവസം ഒരു അഭിനയം കാഴ്ചവെച്ചു. ആ അഭിനേത്രിയുടെ പേരാണ് വീണ ജോർജ്. ആ അഭിനേത്രി ചെറുപ്പകാലത്ത് ഭയങ്കര അഭിനയമായിരുന്നു. മോണോ ആക്ടിലൊക്കെ ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്ന് കുമാരി വീണ കുര്യനായിരുന്നു. വിവാഹശേഷമാണ് വീണ ജോർജ് ആയത്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. പക്ഷേ മനസ്സിലെപ്പോഴും അഭിനയവും ഡാൻസും ഒക്കെയാണ്. എന്താണെങ്കിലും മന്ത്രിയായിട്ടിരിക്കുമ്പോഴും സുംബ ഡാൻസും മറ്റു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്താനൊക്കെ അവിടെ പോയി പങ്കെടുക്കാനും ഒക്കെ വലിയ താല്പര്യമാണ്. അപ്പം ഒരു മനുഷ്യൻ്റെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു അഭിരുചിക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തന മണ്ഡലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളെങ്കിൽ പോലും കൂടെ ഈ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് കൂടി വീണ ജോർജ് മന്ത്രിക്കുപ്പായം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള കലാബോധം, ഡാൻസുകാരി, കലാകാരി, അത്തരം ആ ബോധം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് സുംബ ഡാൻസുകളൊക്കെ വരുമ്പോൾ ഇവിടെ എത്ര പേര് ആരോഗ്യരംഗത്ത് മരിച്ചു വീണ് കിടക്കുന്നാലും അതൊന്നും ബാധകമല്ല. കാരണം അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് തന്നിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന കല പുറത്തേക്കെടുക്കുക, അതുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവർക്ക് ഒന്ന് അഭിനയം, ഒരു ഓസ്കാർ അവാർഡ് കിട്ടുന്ന ഒരു അഭിനയം നടത്തണമെന്ന് തോന്നി. അവർ അഭിനയിച്ചു. അതായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവർ പോകുന്ന വഴിക്ക് 2-3 യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടിയായിട്ട് വരുന്നു. കരിങ്കൊടിയുടെ നിഴൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പെടലി ഒടിഞ്ഞു. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം. അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, ICUവിലാകുന്നു. ICU എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും തന്നെയും, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും വലിയൊരു പരിവാരം, ഡോക്ടറുടെ അതിവിദഗ്ധമായിട്ടുള്ള ഡോക്ടറുടെ സംഘം, ഏകദേശം 13ഓളം വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ബുള്ളറ്റിൻ 1-2 മണിക്കൂർ ഇടവിട്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ വൈകിട്ട് പോലും കൂടെ അവസാനമായിട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്ന സന്ദർഭത്തിൽ ഇവർക്ക് അതിമാരകമായ അതിഭയങ്കരമായ രോഗം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ വന്നത്. പക്ഷേ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ 4 മണിക്ക് തന്നെ അവർ ഹോസ്പിറ്റലിൽ വിട്ടതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മാധ്യമങ്ങളിലെല്ലാം നമ്മുടെ ആരോഗ്യമന്ത്രിയെ കാണാനില്ല എന്നുള്ളൊരു പത്രവാർത്തകളും മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളായിരുന്നു ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പത്രക്കുറിപ്പ് ഇറങ്ങിയെന്നാണ് പറയുന്നത്. മന്ത്രി വീട്ടിൽ തിരിച്ചെത്തിയെന്ന്. എന്തായാലും അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഞാൻ ബാച്ചിലറാ, എൻ്റെ അച്ഛനും ഒരു ബാച്ചിലറാ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓസ്കാർ അവാർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ പോയി ശ്രീ വീണ ജോർജും വീണ ജോർജിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന പിണറായി ശ്രീകളും ചെന്ന് അവാർഡ് കമ്മിറ്റി ചെയർമാനെയും അവാർഡ് കമ്മിറ്റിയും ഒക്കെ തെറി പറയുകയോ, നാട്ടിപ്പായിക്കോ, പടിയടച്ചിട്ടുണ്ടോ വെക്കോ, ക്യൂബയ്ക്ക് അയക്കോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമുക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ഈ അഭിനേത്രിമാരെ ശക്തമായിട്ട് എതിരിടുന്ന ഒരു വനിതാ നേതാവ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. അവരും പത്തനംതിട്ട ജില്ലക്കാരി തന്നെയാണ്. അത് ശ്രീനാദേവി കുഞ്ഞമ്മ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ. അവരെ കഴിഞ്ഞ ദിവസം ഈ അഭിനേത്രിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ശക്തമായിട്ട് എനിക്ക് പൊതുസമൂഹത്തിനോട് UDF ക്യാമ്പിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഈ വീണ ജോർജ് ഇനി കേരളത്തിൽ എവിടെ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാലും ശരി, അവർക്കെതിരെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മേനെ
നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നടത്തണം. അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ ഇപ്പോൾ പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കപട സ്ത്രീകൾക്കെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു ക്വാളിറ്റിയുള്ളൊരു, ശരിക്കും സ്ത്രീ പക്ഷത്തു നിന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ കൂടി പ്രവർത്തിക്കുന്ന ഒരു വനിതാ രത്നം തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അവർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം, ഇവിടെ രാഹുൽ മാക്കൂട്ട ഒരു വിഷയം കത്തി നിൽക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ചില സ്ത്രീ പക്ഷവാദികൾ എന്ന കവചം ധരിച്ച്, എന്നാൽ കോൺഗ്രസ് പാളയത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധർക്ക് വിടുപണി ചെയ്യുന്ന ചില മഹിളാരത്നങ്ങൾ എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ചില സ്ത്രീകളെ തുറന്നു കാട്ടുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു വോയിസ് മെസ്സേജായിട്ട് ഞാനിപ്പോൾ വിടുന്നു. അതായത് അവരെഴുതിയിരിക്കുന്ന ഒരു കത്ത് ഇപ്പോൾ വോയിസ് മെസ്സേജിലൂടെ നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഈ ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരാരാണ്, അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ പോലുള്ള ചില സ്ത്രീപക്ഷവാദികളായിട്ട് നടക്കുന്നവരുടെ യഥാർത്ഥ മുഖങ്ങൾ തിരിച്ചറിയുന്നതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വോയിസ് മെസ്സേജായിട്ട് കത്തായിട്ട് വിടുന്നത്. എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. മാധ്യമങ്ങളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും ഷഹനാസ് എം.എ. എന്ന പേരിലുള്ള ഒരു എഴുത്തുകാരി പലതരത്തിലുള്ള രാഹുൽ മാക്കൂട്ടത്തിൽ എം.എൽ.എ അപമാനിക്കുന്ന രീതിയിലും വി.ആർ. സുധീഷ് എന്ന കഥാകൃത്തിനെതിരെ വ്യാജ മീറ്റു ആരോപണം നടത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ശ്രീ നിയാസ് മലബാറി എന്ന വ്യക്തി എഴുതുന്ന ചില കുറിപ്പുകൾ പല തവണയായി കാണുവാനും ഇടയായി. ഷഹനാസ് എന്നവർക്കെതിരെ സാഹിത്യകാരൻ വി.ആർ. സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ ഇവർ പലതവണയും കോടതിയിൽ ഹാജരാവാതെ ഇവർക്കെതിരെ കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായും അറിഞ്ഞു. അപ്പോഴാണ് ഞാനൊരു വാർത്ത ശ്രദ്ധിച്ചത്. നിബു വർഗീസ് എന്ന ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്ന രീതിയിൽ ഇവർ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. പക്ഷേ വിസ്മയം എന്തെന്നാൽ, ഇവർ പരാതി കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന നിയാസ് മലബാറിക്കെതിരെ അല്ല. സ്വാഭാവികമായും നമുക്ക് ഉറപ്പാക്കാം, നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കുവാനുള്ള ഒരു വാദങ്ങളും ഇവരുടെ കയ്യിൽ ഇല്ല എന്ന്. അതുകൊണ്ടാണ് ഇവർ ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യാതെ ഇവർക്കെതിരെ എന്തോ കുറിപ്പുകൾ എഴുതിയ നിബു വർഗീസിനെതിരെ പരാതി കൊടുത്തത്. നിയാസ് മലബാറി IAS ലഭിച്ചു എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മെഹന്തി ഇടുന്ന പടം ഇടുന്നു. നിങ്ങൾക്ക് 2 ID കാർഡില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ബീച്ചിലിരുന്ന് കുമിള വിടുന്ന പടം ഇടുന്നു. പബ്ലിക്കേഷൻ സ്ഥാപനം നടത്തുന്ന നിങ്ങൾക്ക് 2 അക്കൗണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ മഞ്ചേരിയിലുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടുന്നു. അതല്ലാതെ ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഒരിക്കലും ഇവർ പറഞ്ഞിട്ടില്ല. അവരുടെ വിവാഹപൂർവ ബന്ധങ്ങൾ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടാകാം എന്നതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ 22 ദിവസം ആയിട്ടും ആരോപണ വിധേയ ശ്രീമതി M.A. ഷഹനാസ് സത്യം എന്തെന്ന് പറഞ്ഞു കണ്ടില്ല. IAS നേടിയെന്ന് വ്യാജമായി പറയുകയും അതിൻ്റെ പേരിൽ സ്വീകരണവും മറ്റു കാര്യങ്ങളും നേടുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ്. IAS ആണെന്ന് പറഞ്ഞ് ഇവർ നാട്ടിലും വിദേശത്തും എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UPSC ചെയർമാനും കേന്ദ്ര മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപിക്കും ശ്രീ ജോർജ് കുര്യനും കേരള ഗവർണർക്കും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്കും ഇന്ന് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. 2014 റിസൾട്ട് പരിശോധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട്
UPSCയെയും സമീപിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് പഠനത്തിനായി ഒട്ടേറെ വർഷങ്ങളോളം ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പഠിച്ച കോളേജിൽ നുണ പറഞ്ഞ് സ്വീകരണം വാങ്ങാൻ അസാമാന്യമായ നുണയർക്ക് മാത്രമേ സാധിക്കൂ. നോട്ട് ദ പോയിന്റ്. ചരിത്രത്തിലെ കരുത്തുറ്റ അന്തസ്സുള്ള സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ തണലിൽ നിന്നുകൊണ്ട് സൗകര്യപൂർവ്വം ആദർശത്തെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും പുലമ്പുന്ന ചില സ്ത്രീകൾ ഇന്ന് വലിയ സ്ത്രീപക്ഷവാദികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്നുണ്ട്. ഒരുപാട് അന്തസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും നഷ്ടപ്പെടലുകളിലൂടെ സൃഷ്ടിച്ചെടുത്ത ആത്മത്യാഗത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ സ്ത്രീ മുന്നേറ്റത്തിനുള്ളത്. അതിൻ്റെ ഇന്നലകളിൽ നുണകളില്ല. ഇന്നുകളിലും നാളെകളിലേക്ക് സ്ത്രീ സമൂഹത്തിന് അഭിമാനത്തോടെ നടന്നു നീങ്ങാൻ സാധിക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചവും കൂട്ടിനുണ്ട്. അല്ലാത്തതെന്തിനും നീർക്കുമിളകളുടെ അല്പജൽപ്പനം മാത്രമാണ് സ്വന്തം. കടപ്പാട് ശ്രീനാദേവി കുഞ്ഞമ്മ.